ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ തംബ്നെയില് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. ആ തംബ്നെയിലിൽ ചില ചിത്രങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ 2 എണ്ണം വ്യക്തമായി കാണുന്ന രീതിയിലല്ല ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ലോഗോയും ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമപ്രവർത്തകനായ ബിനു വി ജോണിൻ്റെ ചിത്രങ്ങളുമാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ ചിത്രങ്ങൾ ഈ തംബ്നെയിലിൽ വ്യക്തമായി കാണാത്ത രീതിയിൽ, അതായത് ബ്ലർ ചെയ്ത് ഞാൻ വച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പേടി കൊണ്ടാണ്. പണി കിട്ടുമോ എന്നുള്ള പേടി. ഇതുവരെ ഇല്ലാത്ത ഒരു പേടി എന്തിനാണ് ഇപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കും. ഇതുവരെ പണി കിട്ടിയില്ല എന്നുള്ളത് നേരാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പണി കിട്ടി. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് 2 ദിവസം മുൻപ് വിനു വി ജോണിനെ വിമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോയുടെ പേരിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി മാധ്യമധർമ്മം എന്ന നിലയിൽ ആവശ്യത്തിലേറെ വാദിക്കുമെങ്കിലും തങ്ങളെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ അത് താങ്ങാനുള്ള ശേഷി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പിഞ്ച് ഹൃദയത്തിനില്ല എന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. ഏഷ്യാനെറ്റ് ന്യൂസ് എനിക്ക് പണി തന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അതിന് കാരണക്കാരായ ഏഷ്യാനെറ്റ് ന്യൂസ് ലോഗോയും അതുപോലെ അവിടുത്തെ മാധ്യമപ്രവർത്തകനായ വിനു വി ജോണിൻ്റെയും ചിത്രം ഈ വീഡിയോയുടെ ഈ തംബ്നെയിലിൽ ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അത് വേണ്ട എന്ന് എനിക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു. കാരണം ഇനി ഏത് വഴിയിൽ കൂടിയാണ് അടുത്ത പണി വരുന്നത് എന്ന് അറിയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. 2 ദിവസം മുൻപ് എൻ്റെ ചാനലിൽ ചെയ്ത ഒരു വീഡിയോയിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോണിൻ്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്ന 1 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിലെ തന്നെ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ യൂട്യൂബ് വക വാർണിംഗ് മെസ്സേജ് വന്നു കിടക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങൾ ഉപയോഗിച്ചു എന്നും ആ മെസ്സേജ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കുമെന്നുമായിരുന്നു യൂട്യൂബിൻ്റെ ഓർമ്മപ്പെടുത്തൽ. യൂട്യൂബ് ഇത്തരത്തിലുള്ള വാർണിംഗ് മെസ്സേജുകൾ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് കോപ്പിറൈറ്റ് വിഷയത്തിൽ സന്ദേശം നൽകുന്നതെങ്കിലും അത് യൂട്യൂബ് വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് വീഡിയോയിൽ ഉപയോഗിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും തെറ്റ് നമ്മുടെ ഭാഗത്താണെന്ന് അവർക്ക് വാദിക്കാം. എന്നാൽ എന്ത് വിഷയത്തിലാണ് ആ ക്ലിപ്പ് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഈ ക്ലിപ്പിൻ്റെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് എങ്ങനെയാണ് കുരു പൊട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. എന്തായാലും ഞാൻ ആ ക്ലിപ്പ് ഉപയോഗിച്ച് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞത് കോപ്പിറൈറ്റ് സ്ട്രൈക്കായി മാറുകയും തീർച്ചയായും ചാനലിനെ ബാധിക്കുകയും ചെയ്യും. അതിനുശേഷം ഞാനിടുന്ന വീഡിയോകളൊന്നും ആരുടെയും അടുത്ത് എത്താൻ പോകുന്നില്ല. വീഡിയോ കാണുന്ന ആൾക്കാരുടെ എണ്ണം ഗണ്യമായി കുറയും. ഒന്നുകിൽ ആ സ്ട്രൈക്ക് മാറുന്നത് വരെ ഞാൻ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ വച്ച് അവസാനിപ്പിക്കേണ്ടി വരും. അത്രത്തോളം ഒന്നും പോകേണ്ട എന്ന് കരുതി തന്നെയാണ് മെസ്സേജ് വന്നതിന് പിന്നാലെ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തത്. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് അത് ഏത് വീഡിയോ ആണെന്നും അതിലേത് ക്ലിപ്പാണ് ഉപയോഗിച്ചതെന്നും എന്തുകൊണ്ടാണ് അതിൻ്റെ പേരിൽ ഏഷ്യാനെറ്റിന് കുരു പൊട്ടിയതെന്നും നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കണം. ചർച്ച നയിക്കുന്നത് നമുക്കെവർക്കും പരിചിതനായ വിനു വി ജോൺ. BJPക്ക് വേണ്ടി സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് BJP നേതാവ് ശിവശങ്കരനും. വിനു ആദ്യമേ പറയുന്നു സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ട് ചേർത്താണ് അല്ലെങ്കിൽ വ്യാജ വോട്ട് ചേർത്താണ് എന്ന വാദം ഏഷ്യാനെറ്റ് ന്യൂസിനില്ല എന്ന്. അതിന് ശിവശങ്കരൻ പറയുന്ന മറുപടി പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നതല്ലേ എൻ്റെ ജോലി എന്നാണ്. അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് താൻ കാണില്ല എന്ന് വ്യക്തമായി പറയുകയാണ് ശിവശങ്കരൻ വിനു വി ജോണിനോട്. അത് കഴിഞ്ഞ് ശിവശങ്കരൻ ഏഷ്യാനെറ്റ് ന്യൂസിനെയും അവതാരകനെയും എടുത്ത് ഉടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. CPM നേതാവിന് ഇത്തരത്തിൽ സംസാരിക്കുവാൻ, പോട്ടെ മാന്യതയോടെ സംസാരിക്കുവാൻ ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് എപ്പോഴെങ്കിലും അവസരം കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും CPM നേതാവ് ചർച്ചയിൽ പറയാനുള്ളത് പറയാൻ നാവ് ചലിപ്പിക്കുമ്പോൾ അതിനിടയിൽ കയറി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന വിനു വി ജോണിന് ഇത്ര വിധേയത്വമുള്ള മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. 2 ദിവസം മുൻപ് നടന്ന 2 മാധ്യമങ്ങളിലെ പ്രൈം ടൈം ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. അതായത് മാതൃഭൂമി ന്യൂസിൽ അവതാരകനായ അഭിലാഷ് മോഹനും BJP നേതാവായ BP ശ്രീ പത്മനാഭനും തമ്മിലുള്ള ഒരു ചർച്ചയും അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോണും BJP നേതാവ് ശിവശങ്കരനും തമ്മിലുള്ള ഒരു ചർച്ചയുമാണ് വിഷയം. ഈ 2 ചർച്ചകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടിലും ഏകദേശം ഒരേ വിഷയം തന്നെയായിരുന്നു ചർച്ച ചെയ്തത്. അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട 2 ചർച്ചകളാണ് ഈ പറയുന്ന മാതൃഭൂമിയിലും ഏഷ്യാനെറ്റ് ന്യൂസിലും നടന്നത്. മാതൃഭൂമി ന്യൂസ് ചർച്ചയിൽ
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. നടത്തിയ പ്രവൃത്തികളെ ന്യായീകരിക്കാനെത്തിയ ശ്രീപത്മനാഭനെ അവതാരകൻ അഭിലാഷ് മോഹൻ നാരായി വലിച്ചു കീറി ചുവരിലൊട്ടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വോട്ടർമാരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത നടപടി ഏതൊക്കെ തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ശ്രീപത്മനാഭൻ ന്യായീകരിക്കാൻ നോക്കി. എന്നാൽ അതിനെ എല്ലാം പൊളിച്ചടുക്കി അഭിലാഷ് മോഹൻ കയ്യിൽ കൊടുക്കുന്നതാണ് ആ ചർച്ചയിൽ കാണാൻ സാധിച്ചത്. എന്നാൽ മറുവശത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോൺ നയിക്കുന്ന ചർച്ചയിൽ ബി.ജെ.പി. നേതാവ് ശിവശങ്കരൻ വിനുവിനെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വിനുവിന് യാതൊരു വിലയും നൽകാതെ വളരെ നികൃഷ്ടമായി വിനുവിൻ്റെ ചോദ്യങ്ങളെ മറുചോദ്യം കൊണ്ട് നേരിടുന്ന ശിവശങ്കരനെയാണ് ആ ചർച്ചയിൽ കാണാൻ കഴിഞ്ഞത്. ശിവശങ്കരൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ ഇരിക്കുന്ന വിനുവിനെ കണ്ട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തത്. ഈ രണ്ടു ചർച്ചകൾ തമ്മിലുള്ള വ്യത്യാസവും ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോണിൻ്റെ ഇരട്ടത്താപ്പും എന്നുള്ളതായിരുന്നു വീഡിയോയുടെ വിഷയം. ബി.ജെ.പി. നേതാവ് ശിവശങ്കരൻ വിനു വി ജോണുമായി സംസാരിക്കുന്ന 1 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ബി.ജെ.പിയുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ അഭിലാഷ് മോഹൻ ആർജവത്തോടെ പോരാടിയപ്പോൾ വിനു വി ജോൺ ശിവശങ്കറിന് മുന്നിൽ മുട്ടിലിഴയുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ശിവശങ്കറിന് പകരം ഏതെങ്കിലും ഒരു CPM ബന്ധമുള്ള വ്യക്തിയായിരുന്നു ആ സീറ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ വിനു ആ വ്യക്തിയോട് ഈ രീതിയിൽ തന്നെയായിരിക്കുമോ പെരുമാറുക? ഒരിക്കലുമല്ല. ചർച്ച നടത്താൻ വന്നത് CPM ബന്ധമുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാളെ സംസാരിക്കാൻ വിടുമായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹം ശ്രമിച്ചാൽ അതിനെ തടയാനുള്ള ശ്രമങ്ങളും വിനുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമായിരുന്നു. ഇക്കാര്യമാണ് ഞാൻ ചെയ്ത ആ വീഡിയോയിലൂടെ ചൂണ്ടിക്കാട്ടിയത്. ശിവശങ്കറിനെ പോലുള്ള ഒരു ബി.ജെ.പി. നേതാവിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന വിനു വി ജോണിന് അതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ചർച്ചയ്ക്കെത്തുന്ന അതിഥികളോട് പെരുമാറുന്ന കാര്യത്തിൽ സെലക്റ്റീവ് ആകുമ്പോൾ, അതായത് പക്ഷം ചേരുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആ വിമർശനത്തെ നേരിടാൻ കഴിവില്ലാതെ തൻ്റെ നിലപാടൊക്കെ 4ആയി മടക്കി തലയിണയ്ക്കടിയിൽ വച്ച് സുഖമായി കിടന്നുറങ്ങുകയാണ് ഈ പറയുന്ന വിനു വി ജോൺ. ക്യാൻ സൈലൻസ് അസ്, അതായത് ഞങ്ങളെ നിശബ്ദരാക്കാൻ കഴിയില്ല എന്ന ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? SFI നേതാവായ PM ആഷോയ്ക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ അഖില നന്ദകുമാർ വ്യാജരേഖ ചമച്ച് വാർത്തയാക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തപ്പോൾ അത് ഭരണകൂട ഭീകരതയാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണെന്നും ആരോപിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഞങ്ങളെ നിശബ്ദരാക്കാൻ കഴിയില്ല എന്ന വാക്യം ഉപയോഗിച്ച് ഒരു വലിയ ഫീച്ചർ ചെയ്തിരുന്നു. ഇടതുപക്ഷത്തിന് എതിരെ നിൽക്കുന്ന സാംസ്കാരിക നായകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആ ഫീച്ചർ പലതവണ സംപ്രേഷണം ചെയ്തു. അന്നൊക്കെ ഈ പറയുന്ന വിനു വി ജോണൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം എന്നിവയൊക്കെ കേരളത്തിൽ നശിച്ചു പോകുന്നു എന്ന അഭിപ്രായക്കാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ പുള്ളിക്കാരനെതിരെ ഒരു ചെറിയ വിമർശനം നടത്തിയപ്പോൾ പുള്ളിക്കും കൊണ്ടു, പുള്ളിയെ തീറ്റിപ്പോറ്റുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനും കൊണ്ടു. ഈ പറയുന്ന വിനു വി ജോണിൻ്റെ മുതലാളിയുടെ പാർട്ടിയായ ബി.ജെ.പിയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെ വിനുവിനെതിരെ രംഗത്ത് വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. മഞ്ചേശ്വരം കോഴക്കേസിൻ്റെ പേരിൽ ഷിരൂർ ദൗത്യ സമയത്ത് രഞ്ജിത്ത് ഇസ്രായേലിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ കേസായതും ഈ പറയുന്ന വിനു വി ജോൺ തന്നെയാണ്. വിനു മുതിർന്ന CPM നേതാവ് ഇളമനം കരീമിനെതിരെ നടത്തിയ പരാമർശവും ആരും മറന്നുപോയിട്ടില്ല. ഇത്തരത്തിൽ തനിക്ക് തോന്നുന്നവരെ എന്തും പറയുന്ന വിനുവിനെ മറ്റാരും ഒന്നും പറഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ, അതായത് ഒരു തരത്തിലും വിമർശിച്ചുകൂടാ എന്ന് പറയുമ്പോൾ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ എന്ന് സംശയമുയരുന്നത് സ്വാഭാവികം. എനിക്കെതിരെ ഉണ്ടായ ഈ നടപടിയെപ്പറ്റി ഞാൻ 1-2 പേരോട് സംസാരിച്ചപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും എനിക്കെതിരെ മാത്രമല്ല ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നതെന്നും ഏഷ്യാനെറ്റ് ന്യൂസിനെയോ വിനു വി ജോണിനെയോ വിമർശിക്കുകയും ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ വിരുദ്ധത നിലനിർത്തുകയും ചെയ്യുന്ന മറ്റു 1-2 യൂട്യൂബ് ചാനലുകൾക്ക് എതിരെയും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ പൊന്നു വിനു സാറേ, നിങ്ങളെ വിമർശിക്കണമെങ്കിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചർച്ചകളിലൂടെയും അല്ലാതെയും ഒക്കെ തരുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഈ പറയുന്ന വിനു നയിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചകൾ മാത്രം കണ്ടാൽ മതി. അതിൽ വിനു വിളിച്ചു ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയിരിക്കുന്ന വിനുവിൻ്റെ ആ സർക്കിളിൽപ്പെട്ട കുറച്ച് ആൾക്കാരും സംസാരിക്കുന്നതും കാണിച്ചു കൂട്ടുന്നതും മാത്രം നോക്കിയാൽ മതി. നേരത്തെ
നിങ്ങൾ നയിക്കുന്ന ചർച്ചകളിൽ ഇടതുപക്ഷ പ്രതിനിധികൾക്ക് കൊടുത്തിരുന്ന വില എത്രയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇടതുപക്ഷം ഇപ്പോൾ വിനുവിന് തരുന്ന വില, വിനുവിന് മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസിന് തരുന്ന വില എത്രയാണെന്നും എല്ലാവർക്കും അറിയാം. വർഷങ്ങളോളം ബാർക്ക് റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത് നിന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ കുറച്ചു നാളായി 2-ലും 3-ലുമൊക്കെ പോകുന്നുണ്ട്. ഏഷ്യാനെറ്റിനെ ആ ഒരു പിന്നോട്ടിറക്കത്തിന് ഒരുപാട് സഹായിച്ചത് വിനു വി ജോൺ തന്നെയാണ്. അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചതാണ് സാറേ. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് സംസാരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. എന്നെപ്പോലുള്ള ഒരു ചെറിയ വ്യക്തി ഒരു ചെറിയ വിമർശനം ഉന്നയിച്ചാൽ തകർന്നു പോകുന്നതാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എങ്കിൽ അതിനർത്ഥം എനിക്ക് നിങ്ങളെക്കാൾ വിലയുണ്ടെന്നാണ്. അതിനെനിക്ക് താല്പര്യമില്ല. കേരളം അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായ നിങ്ങൾക്കൊപ്പം എനിക്കൊരിക്കലും നിൽക്കാൻ പോലും കഴിയില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ആ ബോധ്യം നിങ്ങൾക്കില്ല എന്ന് തോന്നുന്നു. ഞാൻ തുമ്മുമ്പോൾ നിങ്ങളുടെ മൂക്ക് തെറിച്ചു പോകുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ് സാർ. അംഗീകരിക്കുന്നു. എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ വിനു വി ജോൺ സാർ ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏഷ്യാനെറ്റിൻ്റെയും വിനുവിൻ്റെയും ഭാഗത്തു നിന്നും ധാരാളം ഉണ്ടാകണം. എത്രത്തോളം വെറുപ്പ് ഈ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വെറുപ്പ് നിങ്ങൾ 2 കൂട്ടരും ചേർന്ന് ഉൽപ്പാദിപ്പിക്കണം. എനിക്ക് ചെയ്തു തന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും, നിങ്ങളെ തൊട്ട് കളിക്കരുത് എന്ന വലിയ പാഠത്തിനും ഒരിക്കൽ കൂടി ഏഷ്യാനെറ്റ് ന്യൂസിനും വിനു വി ജോണിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.